കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർക്ക് എംപി പണി മടുത്തു. പാർലമെന്റിൽ പോയി ഇരിക്കുക, AC-യിൽ വെറുതെ ഇരുന്ന് മടുക്കുമ്പോൾ പുറത്തേക്കിറങ്ങി പാർലമെന്റ് ക്യാൻറ്റീനിൽ നിന്ന് ഒരു ചായ കുടിക്കുക, ഭക്ഷണം കഴിക്കുക. അതിനപ്പുറം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ചോദിക്കുന്നത്. അതുകൊണ്ട് എംപി പണി ഇനി വേണ്ട, നേരെ കേരളത്തിലേക്ക് വരിക, നിയമസഭയിലേക്ക് മത്സരിക്കുക, ജയിച്ചാൽ MLA ആകുക. ഇതാണ് കേരളത്തിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷം കോൺഗ്രസ് എംപിമാരുടെയും മനസ്സിലിരിപ്പ്. നേരത്തെ 7 പേരുടെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, MK രാഘവൻ, K സുധാകരൻ. ഇവരെല്ലാവരും കേരളത്തിൽ വീണ്ടും മത്സരിക്കാൻ, എന്ന് വെച്ചാൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറായി ഇരിക്കുകയാണ്. അപ്പോഴാണ് പുതിയ ഒരാൾ രംഗത്ത് വരുന്നത്. ആരും പ്രതീക്ഷിച്ചില്ല. അതാരാണ്? മറ്റാരുമല്ല, ഷാഫി പറമ്പിൽ തന്നെയാണ്. ഷാഫി പറമ്പിലിന് വടകരയിൽ നിന്നോ അതല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ നിയമസഭയിലേക്ക് മത്സരിക്കണം. അദ്ദേഹം ആ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അത് കണ്ടിട്ടാകണം സണ്ണി ജോസഫ് ഒരു വെടിപൊട്ടിച്ചത്. KPCC പ്രസിഡന്റ്. മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, ആരൊക്കെയാണ് മുമ്പിൽ നിൽക്കുന്നത്? മാധ്യമപ്രവർത്തകരുടെ സണ്ണി ജോസഫും ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ അടുത്ത് നിൽക്കുമ്പോഴാണ് സണ്ണി ജോസഫിനോട് ചോദിക്കുന്നത്, MPമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ടല്ലോ, അത്തരം ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് എവിടെയും ഷാഫി പറമ്പിലിൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല. പൊതുവായ ഒരു ചോദ്യത്തിന് പൊതുവായ ഒരു ഉത്തരം പറഞ്ഞാൽ മതി. പക്ഷേ സണ്ണി ജോസഫ് എന്താണ് പറഞ്ഞത്? അതുകൂടി കേൾക്കുക. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ അടുത്ത വർഷം. അപ്പോൾ ഈ MPമാർ മത്സരിക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടാവും? ഷാഫിക്ക് താല്പര്യമുണ്ടെങ്കിലും പുയ്യാപ്പിളെ വിട്ടുകൊടുക്കാൻ വടകരക്കാർ തയ്യാറില്ല. ഞാനൊന്ന് പറഞ്ഞു. ഷാഫി പറമ്പലിന് അത്തരമൊരു ആഗ്രഹമുണ്ടോ? പിന്നീട് ഒരു ചിരിയാണ്. ഒപ്പം ചിരിക്കുന്നുണ്ട് ഷാഫി പറമ്പിലിനും. ഷാഫി പറമ്പലിനെ വടകരക്കാർ വിടാൻ തയ്യാറല്ല. എന്ന് വെച്ചാൽ വടകര ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഷാഫി പറമ്പിലിനെ വിടാൻ തയ്യാറല്ല. മത്സരിക്കേണ്ടതില്ല നിയമസഭയിലേക്ക്. അതാണ് വ്യക്തമാക്കിയത് സണ്ണി ജോസഫ്, KPCC പ്രസിഡന്റ്. പക്ഷേ വിടാൻ തയ്യാറല്ല ഷാഫി പറമ്പിൽ. വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂടി കേൾക്കുക. അതാണ് ഏറെ രസകരം. KPCC പ്രസിഡന്റ് തള്ളിപ്പറഞ്ഞു, എന്ന് വെച്ചാൽ മത്സരിക്കേണ്ടതില്ല നിയമസഭയിലേക്ക് ഷാഫി പറമ്പിൽ എന്ന് വ്യക്തമാക്കി. വടകരയിലെ ജനങ്ങൾ ഷാഫി പറമ്പിലിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കി. അതിനുശേഷം എന്താണ് ഷാഫി പറമ്പിലിൻ്റെ മനസ്സിലിരിപ്പ് എന്ന് വിളിച്ചു പറയുന്ന വാക്കുകളാണ് പിന്നീട് മാധ്യമങ്ങളോട് ഷാഫി പറമ്പിൽ പറയുന്നത്. അത് കേൾക്കുക. ഞാനൊന്ന് പറഞ്ഞു. ഞാൻ ആദ്യം എനിക്ക് താല്പര്യമുള്ളത് വടകരയിൽ നിന്ന് കൂടുതൽ കോൺഗ്രസ് MLAമാർ, UDF MLAമാർ നിയമസഭയിലേക്ക് എത്തുന്നത് കാണാനാണ്. ആ ഉത്തരവാദിത്തമാണ് ഇനിയിപ്പോൾ പ്രസിഡന്റ് ഉൾപ്പെടെയല്ല പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തമാണ്. അത് പ്രസിഡന്റ് ഇപ്പോൾ നിങ്ങളോട് തമാശയായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നോട് കൃത്യമായിട്ട് എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുന്ന് കൂടുതൽ MLAമാരുണ്ടാവണം. അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോടും സത്യം പറഞ്ഞൊരു കോൺഗ്രസ് MLA ഉണ്ടായിട്ട് ഒത്തിരി വർഷങ്ങളായി. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടി പറയുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ മേലുള്ള റെസ്പോൺസിബിലിറ്റിയും തിരിച്ചറിയുന്നുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടപ്പിലാക്കാനുള്ള കഠിനാധ്വാനം ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ ഒരു കോൺഗ്രസ് MLA വേണം. അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അദ്ദേഹം പറയുന്നില്ല നിയമസഭയിലേക്ക് ഞാൻ മത്സരിക്കാനില്ല എന്ന്. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് നേരത്തെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും ഷാഫി പറമ്പിൽ പറയാമല്ലോ, വ്യക്തമായി പറയാമല്ലോ, ഞാനില്ല നിയമസഭയിലേക്ക്, ലോക്സഭയിലേക്കാണ് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 5 വർഷം പാർലമെന്റ് അംഗം എന്ന നിലയിൽ കേരളത്തെയും വടകര മണ്ഡലത്തെയും ഞാൻ പരിപാലിക്കും, സേവിക്കും എന്ന് പറയാമല്ലോ. അത് പറയാതെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് എവിടെയും പറയാതെ വളച്ച് കെട്ടി മറുപടി പറയുകയാണ് ഷാഫി പറമ്പിൽ ചെയ്യുന്നത്. എന്താണ് മനസ്സിലിരിപ്പ് എന്നല്ലേ ആവർത്തിച്ച് ചോദിക്കുന്നു മാധ്യമപ്രവർത്തകർ. മത്സരിക്കുന്നുണ്ടോ നിയമസഭയിലേക്ക് എന്ന്? അപ്പോഴും പറയുന്നില്ല ഷാഫി പറമ്പിൽ. അതും കൂടി കേൾക്കുക. ആദ്യത്തെ നിങ്ങളുടെ
തമാശ ചോദ്യത്തിന് ഒരു ഉത്തരം കൂടെ പറയുന്നു. എൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് പ്രസിഡന്റ് എന്നെ കൃത്യമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ വടകരയിൽ തന്നെ ഉണ്ടാവും. പിന്നെ നിശ്ചയിക്കേണ്ട ടൈമായിട്ടില്ല, നിങ്ങൾ നിശ്ചയിക്കണ്ട. എനിക്ക് പിന്നെ എന്നെ കണ്ണ് നിറഞ്ഞിട്ട് തന്നെയാണ് അവർ ജയിച്ചു വരാൻ പറഞ്ഞിട്ട് അയച്ചത്. കണ്ണും മനസ്സും ഹൃദയവും നിറച്ചിട്ടാണ് വടകരക്കാരെന്നെ സ്വീകരിച്ചത്. അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റും. വടകരക്കാർ മനസ്സും കണ്ണും നിറച്ചാണ് എന്നെ സ്വീകരിച്ചത്. ആ ഉത്തരവാദിത്വം നാം നിർവഹിക്കും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കാലോ. വടകരയിൽ നിന്ന്, വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാലോ. അതാണോ ഷാഫി പറമ്പിലിൻ്റെ മനസ്സിലുള്ളത്? അതല്ല, കോഴിക്കോട് ജില്ലയിൽ ഒരു കോൺഗ്രസ് MLA ഇല്ല, കുറേ വർഷമായിട്ടില്ല. ആ പോരായ്മ പരിഹരിക്കും, ഞാൻ രംഗത്തിറങ്ങും. ഇതാണോ ഷാഫി പറമ്പിൽ ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കാനില്ല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നില്ല? അതും KPCC പ്രസിഡന്റ് മുന്നിൽ നിൽക്കുമ്പോൾ. KPCC പ്രസിഡന്റ് പറഞ്ഞു വടകരയിൽ നിന്ന് മാറില്ല ഷാഫി പറമ്പിൽ എന്ന്. എന്നിട്ട് പോലും ഷാഫി പറമ്പിൽ പറയുന്നില്ല ഞാൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് വെച്ചാൽ മനസ്സിൽ ചില കാര്യങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിൽ. അത് മറ്റൊന്നുമില്ല, നേരത്തെ പറഞ്ഞ 7 MP-മാരുടെ കൂട്ടത്തിലേക്ക് ഷാഫി പറമ്പിലും വരുന്നു. അങ്ങനെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു 8 MP-മാർ എന്നർത്ഥം.